നീ ആരെയാ വിളിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നീ ആരെയാ വിളിക്കുന്നതെന്ന്? ഞാൻ ലേഖാന്റിയെ വിളിച്ചോണ്ടിരിക്കുന്നത്. SP കാണാൻ പോയിട്ട് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ആദ്യം എന്തായി കാണിക്കുന്നേ? അതെ, ഡോക്ടർ പറഞ്ഞ നീ മറന്നുപോയോ? നിന്റെ മൈൻഡ് വീക്കാവാതെ നോക്കണമെന്നല്ലേ ഡോക്ടർ എനിക്ക് അഡ്വൈസ് തന്നത്. അപ്പോ മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത് നിന്റെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. ലേഖാന്റിയെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിഞ്ഞു എന്ന് കരുതി എന്റെ മനസ്സ് തകർന്നൊന്നും പോവില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ എന്റെ മനസ്സ് തകരുന്നേ? SP ഓഫീസിൽ ചിലപ്പോ വലിയ ബഹളങ്ങൾ നടന്നിട്ടുണ്ടാവും. നീ വിളിക്കുമ്പോ മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നിന്നോട് വിവരിക്കും. അത് നീ പോലും അറിയാതെ നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കും, അസ്വസ്ഥതപ്പെടുത്തും. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അത്രയ്ക്ക് മനോധൈര്യം ഇല്ലാത്ത പെണ്ണൊന്നും അല്ല ഞാൻ. അങ്ങനെ പെട്ടെന്നൊന്നും എന്റെ മനസ്സ് തകരുമില്ല. നിന്റെ ആത്മധൈര്യമൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ എനിക്കതിൽ തീരെ വിശ്വാസമില്ല. ഒരു ഫോൺ കോൾ ചെയ്തതുകൊണ്ട് എന്റെ മനസ്സ് നശിക്കല്ലേ? നീ വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ ആ ഫോണും താ. ആദി, തരാനല്ലേ പറഞ്ഞേ? എന്താ കാരണം? എന്റെ പൊന്നു മോളെ, ഒന്നും പറയണ്ട. ഈ ന്യൂസിലൊക്കെ പറയല്ലോ വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയതെന്ന്. അങ്ങനൊരു സീനായിരുന്നു അവിടെ നടന്നത്. ഈ പോലീസുകാരും പത്രക്കാരും നാട്ടുകാരും ആകെ ഒരു മേളമായിരുന്നു. എന്നിട്ടെന്താ, പ്രസാദും ലേഖയും തമ്മിലുള്ള ബന്ധം സത്യമാണെന്ന് അവിടെ തെളിഞ്ഞു. അതെ, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാനിത് തെളിയിച്ചു. മാമോസിന്റെ ബുദ്ധിയോ? അതെന്താടി, ഞാൻ ബുദ്ധിയില്ലാത്തവളാണോ? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. മാമോസിന്റെ ബുദ്ധി എന്താന്ന് അറിയാനുള്ള ആങ്സൈറ്റിയില്ല ഞാൻ ചോദിച്ചതല്ലേ. മാമോസ് എങ്ങനെയാ അത് തെളിയിച്ചത്? ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ദുർഗയെ ഞാൻ ഇളക്കി വിട്ടു. അവളെ പിരികേറ്റിയാൽ അവൾ എന്തും ചെയ്യൂന്നറിയാലോ. അവിടെ പത്രക്കാരെല്ലാവരുടെയും മുന്നിൽ വെച്ച് ദുർഗ കുറെ ചോദ്യങ്ങളിൽ ലേഖയോടങ്ങ് ചോദിച്ചു. പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. അയാളും അവളും രഹസ്യമാക്കി വെച്ചിരുന്ന ബന്ധം ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. അയ്യോ, അത് വലിയ മാനക്കേടായി പോയില്ലേ? അവർക്കെന്ത് മാനക്കേട്? മാനം കെട്ടത് ഞാനാ. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. ഞാനോ? നീ തന്നെ. അതിന് ഞാൻ എന്ത് ചെയ്തു ദുർഗേച്ചി? ചേച്ചി എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നീ ഒരാള് പറഞ്ഞിട്ടല്ലേ ഞാൻ അയാളുടെ മുമ്പിൽ താണു കൊടുത്തത്. അയാളോടുള്ള വിരോധം ഞാൻ മറന്നത്. അത് പിന്നെ ഞാനൊരു നന്മയെ കരുതിയിട്ടല്ലേ ദുർഗേച്ചി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ രണ്ടാളും പിണക്കം മറന്നിണങ്ങിയ പ്രസാദ് സാർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയില്ല എന്ന് ഞാൻ കരുതി. അത് തെറ്റായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പച്ചി പറഞ്ഞതാ ശരി. അയാളൊരു ചതിയനാ. ഇത്രയും കാലം ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ അയാൾ എന്നെ ചതിക്കുമായിരുന്നു. വേണ്ട, ഒന്നും വേണ്ട. അയാളുമായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ട. അയ്യോ ദുർഗേച്ചി പ്രസാദ് സാറിനോട് പിണങ്ങി കഴിയാൻ പാടില്ലായിരുന്നു. ചേച്ചി സാറിനോട് അകന്നിരുന്ന നേരത്തല്ലേ സാർ അവളുമായി അടുത്തത്. എടീ, നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഇല്ല. നീ എന്നെ പഴിക്കുവാണോന്ന്? അല്ല ദുർഗേച്ചി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ അധികം ഒന്നും പറയണ്ട.
അയാളുടെ പക്ഷം ചേർന്ന് ആരും ഇനി ഒരു വാക്കിവിടെ മിണ്ടി പോരുത്. അയാളും അവളും ചേർന്ന് ഇപ്പോഴൊന്നും അല്ല എന്നെ ചതിച്ചു തുടങ്ങിയത്. അവരുടെ ഈ നശിച്ച ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. നമ്മൾ ഇപ്പൊ അറിഞ്ഞേ ഉള്ളൂ. പക്ഷേ എന്നെ ചതിച്ച അയാളെ അവളെയും ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ. രണ്ടിനെയും ഞാൻ കൊല്ലും. ഇനി അതിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും അതും ഞാൻ അനുഭവിക്കും. വെറുതെ വിടില്ല അവരെ ഞാൻ. ആണല്ലോ TV ന്യൂസിൽ SP സംസാരിക്കുന്നത് ഞാനും കണ്ടു. പക്ഷെ ദുർഗേച്ചി ലേഖയോട് 1-2 ചോദ്യങ്ങൾ അന്നേരം ചോദിച്ചല്ലോ. അപ്പൊ എന്താ അവർക്ക് അതിന് കൃത്യമായ ഉത്തരം ഇല്ലാതായി പോയത്? അവരെന്താ ഒന്നും മിണ്ടാതെ നിന്നത്? പ്രസയും ലേഖ മാഡവും പണ്ട് മുതൽക്കേ സുഹൃത്തുക്കളാണ്. ഇപ്പോ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും. അങ്ങനെയുള്ളവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? നോർമൽ സംസാരമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ആ സത്യം അവർക്കപ്പൊ തുറന്നു പറയായിരുന്നല്ലോ. ലേഖാന്റിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അമ്മ ഒന്ന് ചിന്തിക്കണം. ആ സ്ഥിതിയിൽ ദുർഗാമ്മ കൂടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ചിലപ്പോ അവർക്ക് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. മാമന്റെ അവസ്ഥയും ഏതാണ്ട് അത് തന്നെയായിരിക്കും. എനിക്ക് നിങ്ങളുടെ ആരുടെയും വിശദീകരണമൊന്നും അല്ല വേണ്ടത്. എനിക്കറിയേണ്ടത് ഏട്ടന്റെ മറുപടിയാ. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ കേട്ടതും TV-യിൽ കണ്ടതും ഒന്നും സത്യമല്ലാന്ന് ഏട്ടനൊന്നും പറയും. എനിക്ക് എന്റെ ഏട്ടന്റെ നാവിൽ നിന്നും അത് കേൾക്കണം. പറയട്ടെ, ഞാൻ കേട്ടതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ടോന്ന് ഒന്ന് പറയേട്ടാ. ഞാൻ അതിര് വിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏട്ടന്റെ നാവിൽ നിന്ന് എനിക്ക് ഇനിയും അതല്ല കേൾക്കേണ്ടത്. ആ സ്ത്രീയുമായി ഏട്ടന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് എന്റെ ഏട്ടനൊന്ന് പറയണം. അതാ എനിക്ക് കേൾക്കേണ്ടത്. ഏട്ടൻ അവരുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്ന് പറയും. നിന്റെ ഏട്ടനെ നിനക്ക് ഇനിയും വിശ്വാസമില്ലെങ്കിൽ വിട്ടേക്ക്. അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. പക്ഷേ ദുർഗാമ്മ അതെങ്ങനെ ബോധ്യപ്പെടുത്തും? അച്ഛൻ നിരപരാധിയാണെന്ന് ദുർഗാമ്മ തിരിച്ചറിഞ്ഞ അവര് തമ്മിലുള്ള വഴക്ക് അവസാനിച്ചാലോ? ദുർഗാമ്മയുടെ സ്വഭാവം പാടെ മാറ്റണം. എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാവൂ. ദുർഗാമ്മ വാശിയും ദേഷ്യവും വെടിയാൻ ശീലിക്കണം. ഇതൊക്കെ ഞാൻ എങ്ങനെ ദുർഗാമ്മയോട് പറയും?
സന്തോഷം മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു. ഇന്ന് ദേവമംഗലം ഒരു നരകം പോലെ. ഒരു സമാധാനമില്ല ഇവിടെ. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പണക്കം കണ്ടിട്ട് എന്റെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു വേദന തോന്നുക. സങ്കടം സഹിക്കാനാവുന്നില്ല. എന്റെ സങ്കടം കാണാനോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഈ വീട്ടിൽ ആരുമില്ല. ഈ ഏട്ടൻ കുറ്റം ചെയ്തതിന് ദുർഗേച്ചി എന്തിനാ പഠിക്കുന്നത്? ഞാനും ഒരു പെണ്ണാ. ദുർഗേച്ചിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നു എന്ന് എനിക്കറിയാം. ദുർഗേച്ചി മുൻകോപിയാ. അഹങ്കാരം ലേശം കൂടുതലുവാ. അതിന്റേതായ പ്രശ്നങ്ങളും ഉണ്ട്. എങ്കിലും അതൊരു കാരണമായിട്ടെടുത്ത് പ്രസാദായിട്ട് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയത് ഒരിക്കലും ന്യായീകരിക്കാനാവുന്നതല്ല ചെയ്യേട്ടാ. എനിക്ക് ദുർഗേച്ചിയോടൊന്ന് സംസാരിക്കണം. ഈ നേരത്ത് ഒറ്റപ്പെട്ടതായ ഒരു തോന്നല് ദുർഗേച്ചിക്ക് ഉണ്ടാവാൻ പാടില്ല. ഹലോ ചേച്ചി. എന്താ പറയാ? ചേച്ചി അവിടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അല്ലേ? എനിക്ക് അവിടെ വന്ന് കുറച്ചു സമയം ചേച്ചിയുടെ ഒപ്പം ഇരിക്കണമെന്നുണ്ട്. പക്ഷേ എന്റെ മനസ്സ് ശരിയല്ല. അതാ ഞാൻ അങ്ങോട്ട് വരാത്തത്. ആ ശരി, നീ ഇപ്പൊ വിളിച്ചതിന്റെ കാര്യം പറയും. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുമ്പോഴാ പുരുഷന്മാർ അത് കിട്ടാൻ വേണ്ടി വേറെ മാർഗങ്ങൾ അന്വേഷിച്ചു പോകുന്നത്. ചിലര് മദ്യത്തിന്റെ പിറകെ ആണെങ്കിൽ ചിലര് സ്ത്രീകളുടെ പിറകെ പോകും. നീ എന്താ പറഞ്ഞു വരുന്നേ? ചേച്ചി, അവിടെ വീട്ടില് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ ഏട്ടൻ ഇങ്ങനെ ആയിപ്പോയത്. ചേച്ചി വിചാരിച്ച നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വഴക്കും പ്രശ്നവും ഒന്നും ഉണ്ടാവില്ല. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? നിന്റെ ഏട്ടൻ മറ്റൊരാളെ തേടി പോയത് എന്റെ കുറ്റം കൊണ്ടാണെന്നോ? ആണോന്ന്? പ്രിയേ, ഞാനിവിടെ ആകെ നില തെറ്റിയ മട്ടിലിരിക്കുക. എന്റെ ഉള്ളിലേക്ക് തീ കോരി ഇടാൻ നോക്കരുത് നീ. എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട. അല്ല ചേച്ചി, ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. നീ എന്നെ കുറ്റപ്പെടുത്തിയത് തന്നെയാ. ഞാനാണല്ലോ എല്ലാത്തിനും കാരണം. നിന്റെ ഏട്ടന് ഒരു കുറ്റവും ഇല്ല. ഏട്ടൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു ദുർഗേച്ചി. എന്തിന് പ്രത്യേകിച്ച് പറയണം? നീ പറഞ്ഞതിൽ തന്നെ അതുണ്ടല്ലോ. ചേച്ചിയുടെ മനസ്സിന് ഒരാശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ വിളിച്ചത്. അതിപ്പോ ഇങ്ങനെ ആയി പോയല്ലോ. എന്നെ ഇവിടെ ആരും ആശ്വസിപ്പിക്കണ്ട. നീ ഫോൺ വെച്ചിട്ട് പോ. ഞാൻ ഇത്രയും നേരവും പറഞ്ഞ കാര്യങ്ങള് അമ്മ സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളണം. അച്ഛനുമായി ഉണ്ടായ എല്ലാ ഇഷ്യൂസും അമ്മ മറക്കണം. അമ്മ ക്ഷമിക്കാൻ തയ്യാറായാൽ അച്ഛന്റെ മനസ്സ് മാറും. അമ്മ അച്ഛനിവിടെ സ്വസ്ഥത കൊടുത്തിരുന്നെങ്കിൽ അച്ഛൻ മനസ്സമാധാനം തേടി ഒരിടത്തും പോകില്ലായിരുന്നു. നീ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് അമ്മ കരുതരുത്. അച്ഛനെ ഞാൻ ന്യായീകരിക്കൊന്നുമല്ല. അമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ മറന്ന് രമ്യതയിലെത്തണം. അമ്മേ, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇനി ചിന്തിക്കുക ചെയ്യരുത്. അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണോ? മറക്കണം, മറന്നേ തീരൂ. അമ്മേ, ഇതെന്റെ റിക്വസ്റ്റാ. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ ഞാൻ പറയുന്നത് കേൾക്കും. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിനും മാന്യതയ്ക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ കുടുംബജീവിതമൊക്കെ ആകുമ്പോ ചില നേരത്ത് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് കരുതി അത്തരം മോശകരമായ സാഹചര്യങ്ങളെ വളർത്തി വലുതാക്കുകയൊന്നുമല്ല വേണ്ടത്. അതിനെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം.
നല്ലൊരു ലൈഫിന് വേണ്ടി ചിലത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണോ അമ്മേ? ക്ഷമിക്കേണ്ടതൊക്കെ ക്ഷമിക്കണം, മറക്കേണ്ടതൊക്കെ മറക്കുകയും വേണം. അങ്ങനെയല്ലേ വേണ്ടത്? അച്ഛനോട് ക്ഷമിക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ലേ? അമ്മ പ്ലീസ്, എനിക്ക് വേണ്ടിയെങ്കിലും അമ്മ അച്ഛനോട് ക്ഷമിക്കണം. അതുകൊണ്ട് ഗുണമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അമ്മ അച്ഛനോട് ക്ഷമിച്ചാൽ അച്ഛന്റെ മുന്നിൽ അമ്മയുടെ വില ഉയരുകയുള്ളൂ. അമ്മേ പ്ലീസ്, അമ്മേ പ്ലീസ്. നിന്റെ അച്ഛനോട് ക്ഷമിക്കാനും മറക്കാനും ഞാൻ തയ്യാറാണ്. നിനക്ക് വേണ്ടി. നീ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി. ആ. ഉണ്ടായ നാണക്കേട് മാറാൻ വേണ്ടി ഞാനെല്ലാം മറക്കാം. പക്ഷേ ഒരു കാര്യത്തില് എനിക്ക് വ്യക്തത വേണം. നിന്റെ അച്ഛന് ആ സ്ത്രീയുമായിട്ടിപ്പോ ഒരു ബന്ധവും ഇല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടണം. അത് നീയായിട്ട് എനിക്ക് തെളിയിച്ചു തരണം. എങ്കിൽ ഞാൻ ക്ഷമിക്കാം. വീണ്ടും നാണമില്ലാതെ പ്രസാദിനോട് ക്ഷമിക്കാൻ പോയിരിക്കുന്നു. എന്നിട്ട് എന്തായി? അവൻ ആ ലേഖയെ മറക്കാൻ പറ്റില്ല. അതെത്ര പറഞ്ഞിട്ടും ദുർഗയ്ക്ക് മനസ്സിലാവുന്നുമില്ല. അവനെ അവളെ മതി, ആ ലേഖ. അവൻ ഇനി ദുർഗ വെറും കറിവേപ്പിലേക്ക് തുല്യ. എന്നാലും പ്രസാദ് സാർ ഇത്രയ്ക്ക് മാറിപ്പോകുന്ന കരുതിയതേ ഇല്ല അപ്പച്ചി. ഇത്രയൊക്കെ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും സാറിനൊരു കുലുക്കോ ഇല്ലല്ലോ. അയ്യോ, ഉണ്ടായ മാനക്കേട് മാറ്റാനെങ്കിലും ആ സ്ത്രീയെ സാറിന് ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നോ? സാർ എന്തിനാ വീണ്ടും വീണ്ടും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നേ? ആകെ നനഞ്ഞാ പിന്നെ എന്തു കുളിര്. എന്തായാലും നാട്ടുകാര് മുഴുവനും അറിഞ്ഞു. എന്നാ പിന്നെ ആ ജീവിതം തന്നെ തുടരാമെന്നായിരിക്കും അവന്റെ തീരുമാനം. അപ്പൊ ഇനി പ്രസാദങ്ങൾ ഒരിക്കലും ദുർഗാന്റിയുടെ അടുത്തേക്ക് വരില്ലെന്നാണോ മാമസ് പറയുന്നത്? അവനൊരു നാണം കെട്ടവനാ. അവൻ വരില്ല എന്ന് തന്നെയായി എന്റെ തോന്നല്. ദുർഗേച്ചിക്ക് വീണ്ടും സാറിനോട് വലിയ വിരോധവും വാശിയും തോന്നിയിട്ടുണ്ട്. ആ, സാറ് ലേഖയോട് ചാറ്റ് ചെയ്തതും അത് ചോദ്യം ചെയ്തപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോയതും അത് ചേച്ചിക്ക് വലിയ മനപ്രയാസമായിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അപ്പച്ചി. അവൻ വരരുത്, വരാതിരിക്കണം. അതാണ് നമുക്ക് നല്ലത്. പ്രസാദും ദുർഗയും തമ്മിലുള്ള ബന്ധം തകർന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. ഇനിയെങ്കിലും അത് സംഭവിക്കണം. എങ്കിലേ എനിക്ക് സമാധാനം കിട്ടൂ. അവൾ അങ്ങനെ സങ്കടപ്പെടണം. അവക്കിപ്പൊ തോന്നിയ ഈ വേദന ഒരിക്കലും മാറാൻ പാടില്ല. എങ്കിൽ മാത്രമേ അവൾക്ക് പ്രസാദിനോടുള്ള ശത്രുത തീരാതെ നിൽക്കൂ. അല്ല, അതിന് ആദ്യമായിട്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴും ആദ്യമായിട്ടാണല്ലോ പ്രസാദങ്ങളും ആന്റിയും തമ്മിലുള്ള പിണക്കത്തിന് പരിഹാരം കണ്ടെത്തി അവരെ ഒന്നിപ്പിക്കുന്നത്. ഇത്തവണയും ആദ്യേട്ടൻ എങ്ങനെയെങ്കിലും അവരുടെ പിണക്കം മാറ്റാനാ സാധ്യത. ഇപ്പോഴും ആദ്യേട്ടൻ തന്നെയാ മുൻകൈ എടുത്ത് ദുർഗാന്റിയെയും അങ്കിളിനെയും കോംപ്രമൈസിൽ എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതൊക്കെ പാഴായി പോയി. അതിന്റെ ടെൻഷനിൽ ആദ്യേട്ടൻ. അവനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടിയല്ലേ എന്റെ തലച്ചോറ് സദാസമയവും ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും എന്നേക്കുമായി വേർപിരിക്കാനുള്ള ഒരു വഴി. അതെന്താ അപ്പച്ചി? അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞാ മതി. മാമൂസേ, ഇത്തവണയെങ്കിലും ആദ്യേട്ടൻ തുളസി ഇവിടുന്ന് അടിച്ചിറക്കി വിടുവോ? അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതങ്ങ് നമ്മൾ നടത്തിയെടുത്തിരിക്കും മോളെ. അതെ, നമ്മൾ മനസ്സിലൊന്ന് കാണുമ്പോ അവള് മാനത്ത് കാണും. ആദ്യം അവളെ ഇറക്കി വിടാൻ നോക്കിയാലും അവള് ചിലപ്പോ കടിച്ചു തൂങ്ങി ഇവിടെ കിടക്കും. ആദ്യം അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ തയ്യാറായാ മതി. പിന്നെ അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു.
തുളസിയെ എവിടുന്ന് നടതള്ളി ഇവിടെ പുണ്യാഹം തളിക്കുഞ്ഞ. അല്ല അപ്പച്ചി, തുളസിയെ പുറത്താക്കുന്ന കാര്യം പ്രസാദ് സാർ അറിഞ്ഞാ എന്ത് ചെയ്യും? സാറ് തുളസിയുടെ പക്ഷത്തെ നിൽക്കും. ചിലപ്പോ അവളെ പുറത്താക്കിയതിന്റെ പേരില് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്യും. ദേ, ദുർഗേച്ചിയുടെ കൈകളിൽ വിലങ്ങിട്ട ആളാ സാറ്. ആ സാറിന് നമ്മളെ കോടതി കയറ്റാനേ ഒരു പ്രയാസവും കാണില്ല. ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ അപ്പച്ചിക്ക് അറിയാലോ. തുളസിയെ ഉപദ്രവിച്ചാലേ ഗാർഹിക പീഡനത്തിന് കേസെടുക്കാൻ പറ്റും. അല്ല, ഈ നിയമമൊക്കെ നീ എവിടുന്ന് പഠിച്ചു? ഇതൊക്കെ ഇപ്പൊ ആർക്കാ അപ്പച്ചി അറിയാൻ വയ്യാത്തത്? അയ്യോ, അപ്പൊ നമ്മളെ ജയിലിൽ കയറേണ്ടി വരുമോ? നീ ഒന്ന് ചുമ്മാതിരുന്നേ. ദുർഗയല്ല ഞാൻ. അവന്റെ പോലീസ് മുറയൊന്നും എന്റെ അടുത്ത് നടക്കൂല ആണല്ലേ. നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ ഞാൻ കണ്ടു. അവളോട് പോവാൻ പറ മോനെ. അവളാര്? വലിയ ജാൻസി റാണിയോ? പെണ്ണുങ്ങളായ കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഇവക്ക് അത് വല്ലതും ഉണ്ടോ? അവളിവിടെ മനഃപൂർവ്വം ഓരോരോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. മഹാപിഴയാണ് അവള്. എനിക്കിത്തിരി സ്വസ്ഥത വേണം. നീ അവിടെ ഇരി. മോന്റെ സ്വസ്ഥത കെടുത്താനൊന്നും അല്ല അപ്പച്ചി വന്നത്. എനിക്ക് മോനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മോനത് കേക്കണം. മോൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുളസിയുടെ പേരും പറഞ്ഞാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. അവള് കെട്ടിക്കേറി വന്നത് മുതല് ഈ വീടിന്റെ സമാധാനവും തകർന്നു. ഓരോന്നായി എന്റെ മോനൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുള് നിനക്ക് മനസ്സിലാവും. ഇതെല്ലാം എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന് നിനക്കറിയൂ? തുളസിയുടെ ജാതകദോഷ. അതുകൊണ്ടാ ഈ വീട്ടില് വഴക്കും പിണക്കവും ദുരിതങ്ങളും അവസാനിക്കാത്തത്. ഓർക്കൂല. നീ ഒന്ന് ഇവിടെ എഴുന്നേറ്റ് പോയി നിന്റെ മുറി ചെന്ന് കിടക്ക. ഇല്ല, ഞാൻ പോവില്ല. നിന്നോട് ഇവിടെ എഴുന്നേറ്റ് പോവാനല്ലേ പറഞ്ഞ? നീ പോ നോക്ക. ഞാൻ ഇവിടെ നിന്ന് പോണെങ്കിലേ എന്റെ കൂടെ നീയും വരണം. ഞാൻ വരില്ല. ആ, എങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടക്കും. ആദി, വെറുതെ എന്റെ ദേഷ്യം കൂട്ടരുത്. നീ എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ ഇവിടെ തന്നെ കിടക്കും. നിന്നോട് ഇവിടെ എഴുന്നേറ്റ് പോവാനല്ലേ പറഞ്ഞേ? ഇല്ല, ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നാ നീ ഇവിടെ തന്നെ കിടന്നോ. ആ ജയ, സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിരുന്നു. പ്രസാദ് എന്ന മൊബൈൽ നമ്പർ കുറച്ചു നേരത്തേക്ക് ഓണായിരുന്നു. ഓക്കെ. ഓണായപ്പോൾ ഡിറ്റക്ട് ചെയ്ത ടവർ ലൊക്കേഷൻ ഞാൻ പ്രസയുടെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കാം ജയ. ആ, ഓക്കെ, ശരി. നിനക്ക് പെറ്റമ്മയുടെ സ്നേഹം നിഷേധിക്കപ്പെട്ടതിൽ എനിക്ക് പങ്കില്ല. നീ എന്നോട് അതല്ല ചെയ്തത്. സത്യം എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി നീ അവർക്കൊപ്പം നിന്നു. അതാ നീ ചെയ്ത തെറ്റ്. അതുകൊണ്ടാ ഞാനിവിടെ ഇല്ലെന്ന് കള്ളം പറയാൻ കേശുമാമനെ പറഞ്ഞേൽപ്പിച്ചത്. നമുക്കിത് അവസാനിപ്പിക്കാം. അതാ നല്ലത് പ്രസാദ്. പ്രസാദ്, ദയവ് ഇത് തിരികെ പോണം. എങ്ങോട്ട്? എങ്ങോട്ടാ ഞാൻ പോണ്ടത്? ഇല്ലാ കഥകൾ വിളിച്ചു പറഞ്ഞ് സമൂഹത്തിന് മുന്നിൽ എന്നെ നാണം കെടുത്തി അവളുടെ അടുത്തേക്കോ? ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. എനിക്ക് മനസ്സമാധാനം വേണം. അത് അവിടെ ഒരിക്കലും കിട്ടില്ല. നീ ആരെയായി പേടിക്കുന്നേ? രാജീവനെയോ, ദുർഗയോ, അതോ സൊസൈറ്റിയോ? രാജീവും ദുർഗയും ചേർന്ന് നമ്മളെ അപമാനിച്ചില്ലേ? അങ്ങനെ നമ്മളെ നാണം കെടുത്തിയവരെ കുറിച്ച് നമ്മൾ എന്തിനാ ബോധേടാവുന്നത്? എന്തിനാ അവരിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നത്? എന്ത് വന്നാലും അത് നമ്മൾ ഫേസ് ചെയ്യണം. അതാണ് എന്റെ തീരുമാനം.
ഹലോ ചേച്ചി, പ്രസാദേട്ടൻ ചേച്ചിയെ വിളിച്ചോ? ഏട്ടൻ വിളിച്ചില്ല അല്ലേ? ചേച്ചിക്ക് ഏട്ടനെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ദുർഗേച്ചി വിളിച്ച ഏട്ടൻ തിരിച്ചു വരും. അയാളെ ഞാനെന്തിനു വിളിക്കണം? അയാള് തിരികെ വരണമെന്നേ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. ചേച്ചിയുടെ ഈ പിടിവാശിയൊക്കെ കളയണം. കുടുംബത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഒരിത്തിരി കോംപ്രമൈസ് ചെയ്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഞാൻ അയാളുടെ മുമ്പിൽ താഴണം അല്ലേ? ഞാൻ താഴില്ല. ദുർഗ ഒരിക്കലും ആരുടെ മുമ്പിലും തോൽക്കില്ല. ചേച്ചി ഏട്ടനോട് വിട്ടുവീഴ്ച കാണിച്ചു എന്ന് വിചാരിച്ച് അതൊരിക്കലും ചേച്ചിയുടെ പരാജയം ആവില്ല. കുടുംബത്തിന്റെ തകർച്ച ഒഴിവാക്കാനായി ചേച്ചി കാണിച്ച നല്ല മനസ്സായിട്ട് എല്ലാരും വിലയിരുത്തും. നീ എന്നെ ഉപദേശിക്കാനാണോ ഈ രാത്രിയിൽ ഇങ്ങോട്ട് വിളിച്ചത്? നിന്റെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് മാത്രമല്ല കുടുംബസ്നേഹമൊന്നും വേണ്ടത്, അത് അയാൾക്കും വേണം. അത് അയാൾക്കില്ലാത്തടത്തോളം അയാളുടെ പിന്നാലെ അലയനേ എന്നെ കിട്ടില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ കിടന്നുറങ്ങാൻ നോക്ക്. ഹലോ, എവിടെയായിരുന്നാലും അച്ഛനെ കണ്ടെത്തണം. ഇവിടുത്തെ പിണക്ക് ഇന്ന് അവസാനിപ്പിക്കണം. അതെ, ഇവിടെ ഞാൻ അതിഥിയോ നീ ആതിഥേയോ അല്ല. നമ്മൾ രണ്ടുപേരും ഇവിടെ ഒരുപോലെ. അതുകൊണ്ടേ ഇവിടെ വലിയ ആതിഥ്യ മര്യാദയൊന്നും വേണ്ട. നീ കഴിക്കേ, ഞാൻ വിളമ്പാ. കഴിക്കേ. പ്രസാദിന് ഫുഡ് ഇഷ്ടപ്പെട്ടോ? ആഹാരത്തിന്റെ ടേസ്റ്റിനെ പറ്റി ഈ ഫുഡ് വ്ളോഗേഴ്സ് പറയുന്നത് പോലെ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇത്രയും ആസ്വദിച്ച് ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഒരു ആഹാരം കഴിച്ചിട്ടില്ല. ചുമ്മാ പറയുന്നതാവും. സത്യം. അവനെ വിളിക്കണ്ട, അതാ നല്ലത്. അവൻ എവിടെ പോയിക്കോട്ടെ, എപ്പോഴും വരട്ടെ. ഇനി അങ്ങോട്ട് നിന്റെ പതനമാണ്. എന്നെ ചതിച്ചിട്ട് വിജയായി ജീവിച്ച് നിന്റെ ദാരുണാന്ത്യം ഞാൻ കാണില്ലേക്ക്. ഈ നാണക്കേടും പേറി നീ എത്ര നാൾ ജീവിക്കും? ചതിയതേ നിങ്ങള്. പ്രായം ഇത്ര ആയില്ലേ? മോൻ തല മുതിർന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ കൂടാതെ മറ്റൊരുത്തിയായിട്ട് ബന്ധം വേണമല്ലേ? തീർത്തു തരാം. നിങ്ങളുടെ അവളുടെയും ബന്ധം ഞാൻ അവസാനിപ്പിച്ചു തരാം. നിങ്ങളെ അവളെയും കൊന്നിട്ടായാലും ശരി, ഇതിന് ഞാൻ തീർപ്പാക്കും. വിടില്ല ഞാൻ.
രവിശങ്കർ സാറിന്റെ മോളല്ലേ? അതെ. സാറിന്റെ കൂടെ പണ്ട് കണ്ടതാ. മോളുടെ കല്യാണത്തിന് വിളിച്ചിരുന്നു. ഓ, അതങ്ങ് പട്ടണത്തിൽ വെച്ചായിരുന്നില്ലേ, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇതാണോ ഭർത്താവ്? അതെ. നല്ല ചേർച്ചയുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഞാനങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ആ സ്ത്രീക്ക് പ്രസാദ് ആരാണെന്നൊന്നും അറിയില്ലല്ലോ. കമോൺ, ലെറ്റ്സ് ഗോ. കിട്ടിയോ? ഇല്ല പ്രിയ, കാണാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും ഇല്ല. 2 ദിവസത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ട്. ലീവ് ആപ്ലിക്കേഷൻ മെയിലിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ അവളോടൊപ്പം തന്നെ ഉണ്ടാവും. അതിനു വേണ്ടിയാവും ലീവ് എടുത്തു പോയത്. ചേട്ടാ, ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. പ്രസാദ് ഏട്ടനെ എത്രയും പെട്ടെന്ന് തിരികെ കൂട്ടിക്കൊണ്ട് വന്നേ മതിയാവൂ. ഇപ്പോഴെങ്കിലും വേണ്ടത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം ഏട്ടനും ദുർഗേച്ചിയും തമ്മിലുള്ള ഫാമിലി ലൈഫ് തകർന്നു പോവും. അതെനിക്കും തോന്നുന്നുണ്ട്. ഒരു വീണ്ടും വിചാരമില്ലാതെ പ്രസാദ് ഏട്ടൻ എന്തേ കാട്ടിക്കൂട്ടുന്നത്? അവളോടുള്ള അടുപ്പം കൂടിയത് കാരണമല്ലേ ഏട്ടൻ അനാവശ്യമായ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയത്, നാണം കെട്ടതും. എന്നിട്ടും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ, ആ നാണക്കേടൊന്നും ഓർക്കാതെ വീണ്ടും അവളുടെ പിന്നാലെ പോയിരിക്കുക. ഓർക്കുമ്പോ എനിക്ക് ഏട്ടനോട് അവജ്ഞ തോന്നുക. മാഡത്തിന്റെ പിന്നാലെ പോരുതെന്ന് ഞാനും പ്രസയെ അഡ്വൈസ് ചെയ്തതാ. എവിടെ, പ്രസ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ മാഡത്തിനെ അവഗണിക്കുന്നത് മര്യാദയല്ലെന്ന പ്രസയുടെ ഭാഷ്യം. അവരായിട്ട് വരുത്തി തീർത്ത പ്രോബ്ലം അവരായിട്ട് തന്നെ മാറ്റിക്കോട്ടെ എന്ന് ഏട്ടന് വിചാരിച്ച പോരായിരുന്നോ? അവരുടെ പിന്നാലെ പോയാ അത് ഏട്ടന്റെ ജോലിയെ കൂടി ബാധിക്കുന്ന എനിക്കിപ്പോ തോന്നുന്നു. ഓഫീസിലൊക്കെ എല്ലാരും ഇത് തന്നെയാ ചർച്ച. അത് കേൾക്കുമ്പോ മനസ്സിന് വല്ലാത്ത പ്രയാസം തോന്നും. എന്നെയും നമ്മുടെ ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ വിളിച്ചു ചോദിക്കുന്നു. അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോ തൊലി ഇടിഞ്ഞു പോവുക. ഇനി എവിടെ പോയി പ്രസയെ അന്വേഷിക്കും? അവരെവിടെയുണ്ടെന്ന് അന്വേഷിച്ചാ മതി. അവിടെ തന്നെ ഏട്ടനും കാണും. മാഡം ഇപ്പൊ എവിടെയായിരിക്കും? എവിടെയായാലും അത് ഉടനെ അന്വേഷിച്ച് കണ്ടെത്തണം. ഒട്ടും വൈകാൻ പാടില്ല ജയേട്ട. എന്താ, രണ്ടുപേർക്കൊന്നും പറയാനില്ല അല്ലേ? എന്നോടെന്തോ ഗൗരവമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് ചേച്ചിയും ഞങ്ങൾക്ക് പറയാനുള്ളത്, ചേച്ചിയും പ്രസാദേട്ടനും. അയാളെ ന്യായീകരിക്കാനാവും ഉദ്ദേശം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. നിനക്കയാള് സൽഗുണ സമ്പന്നനും സ്നേഹനിധിയുമായ ചേട്ടനും ഒക്കെ ആയിരിക്കാം. ജയൻ അയാള് പുന്നാര അളിയനും ആയിരിക്കാം. അപ്പോഴും എനിക്ക് തന്നെയാ കുറ്റം. ആ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും ജീവിതം നശിച്ചു. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ പേരുദോഷമൊക്കെ. ചേച്ചി എങ്ങനെ നിരാശപ്പെടരുത്. ജീവിതം നശിച്ചിട്ടൊന്നുമില്ല. നശിച്ചു എന്നാരാ പറഞ്ഞേ? താലി കെട്ടിയ ഭർത്താവ് ആ താലിക്ക് പോലും ഒരു വിലയും കൊടുക്കാതെ എന്നെ ഉപേക്ഷിച്ചു പോയി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ തന്നെ വിധവയായ അവസ്ഥയിലാ ഞാനിപ്പോ. പിന്നെ എനിക്ക് എന്ത് ജീവിതം? പ്രസാദേട്ടൻ ചേച്ചി ഉപേക്ഷിച്ച് എവിടെയും പോവില്ല. പോയതുപോലെ തന്നെ തിരിച്ചു വരും. അങ്ങനെയൊക്കെ കരുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് ആ പ്രതീക്ഷയില്ല. അയാൾക്ക് എന്നെക്കാളും വലുതാണ് അവളെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവളെ ഫോണിൽ കിട്ടാത്തപ്പോ അയാൾക്കുണ്ടായ പരവേശമൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. വേണ്ട, ഇനി അയാള് വരണ്ട. അയാളെ കാത്തിരിക്കാനും ഞാൻ തയ്യാറല്ല. അയാൾക്ക് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ
ഞാൻ അയാളെ ഇന്നലെ വേണ്ടെന്ന് വെച്ചു. ചേച്ചിക്ക് അതിന് സാധിക്കോ? പ്രസാദേട്ടനെ വേണ്ടെന്ന് വെക്കാൻ ദുർഗേച്ചിക്ക് സാധിക്കോ? നെഞ്ചിൽ കൈവച്ച് ചേച്ചിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. പ്രസാദേട്ടനില്ലാതെ ദുർഗേച്ചിക്ക് ഒരു ജീവിതം ഇല്ല. അങ്ങനെ ജീവിക്കാൻ ചേച്ചിക്കാവില്ല. അഥവാ ജീവിച്ചാലും അത് മരണതുല്യമായൊരു ജീവിതമായിരിക്കും. ചേച്ചി, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ. അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. പ്രസ വരും ചേച്ചി. പ്രസയ്ക്ക് ഒരിക്കലും ചേച്ചിയെ വെറുക്കാനാവില്ല. ചേച്ചിയെ മറന്ന് മറ്റൊരാളുമായി ഒരു ബന്ധവും സ്ഥാപിക്കാനോ ആവില്ല. അത് എനിക്ക് നന്നായിട്ടറിയാം. ചേച്ചി ഇപ്പൊ വിഷമിച്ചിരിക്കുന്നത് പോലെ തന്നെ ഏട്ടനും എവിടെയോ ഇരുന്ന് ചേച്ചി ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ചേച്ചി ഒന്ന് വിളിച്ചാ മതി, പ്രസാദേട്ടൻ ഉടനെ ഇവിടെ വരും. ഏട്ടനിപ്പോ ചേച്ചി വിളിക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും. ദുർഗേച്ചി, പ്രസാദേട്ടനെ ഒന്ന് വിളിക്ക്. ഒന്ന് വിളിക്കുക ചേച്ചി. ദുർഗേച്ചി, ചേച്ചി വിളിച്ചേ. ഒന്നും ചിന്തിക്കണ്ട, വിളിച്ചാ മതി. ഏട്ടൻ അറ്റൻഡ് ചെയ്യും. ചേച്ചി വിളിക്ക്. ഫോൺ സ്വിച്ച്ഡ് ഓഫ്. നീയും ആദ്യം തമ്മിൽ വഴക്കിട്ടു അല്ലേ? അവൻ എന്തിനാ എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നേ? ആവശ്യമില്ലാതെ അവൻ എന്നെ എന്തിനാ ചോദ്യം ചെയ്യുന്നേ? ഞാൻ അതിനുള്ള മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. ആക്ച്വലി നീ ആരോടാ ഫോണിൽ സംസാരിച്ചേ? എന്താ നീ മിണ്ടാത്തെ? നിങ്ങളും അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണോ? നീ ആരോട് സംസാരിച്ചെന്ന് പറയ്. ഞാൻ എന്റെ ഒരു കൂട്ടുകാരിയോടാ സംസാരിച്ചേ. അത് ഞാൻ അവനോട് പറഞ്ഞാണല്ലോ. നീ പ്രസയോടല്ലേ സംസാരിച്ചത്? സത്യം പറയടി, ഏട്ടനുമായിട്ടാണോ നീ സംസാരിച്ചത്? അച്ഛന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്ക്, അത് സ്വിച്ച് ഓഫാ. അത് ഞങ്ങൾക്കും അറിയാം. നീ പ്രസയുടെ ഫോണിലല്ല സംസാരിച്ചത്. നീ ലേഖയെ വിളിച്ചു. ആ ഫോണില് പ്രസയോട് സംസാരിച്ചു. അതല്ലേ സത്യം? നീ എന്താ മറുപടി പറയാത്തത്? നിനക്കാ ലേഖയോട് വലിയ പ്രതിബദ്ധതയാണെന്നൊക്കെ എനിക്കറിയാം. അവളോടൊപ്പം ചേർന്ന് നീ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുകയാണോ? ഈ കുടുംബം നശിച്ചു കാണണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പ്രസ എവിടെയുണ്ട്? അത് നീ പറയേ. എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ല അല്ലേ? നീ അങ്ങനെ നടിക്കുന്നതാ. ഏട്ടൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. ഞങ്ങളാരും അത് അറിയാൻ പാടില്ല. ഞങ്ങളെ അറിയിക്കരുതെന്ന് ഏട്ടൻ നിനക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നീ ഞങ്ങളെ അറിയിക്കാത്തെ? അല്ല, അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം? ദുർഗേച്ചിയും പ്രസാദേട്ടനും ഇങ്ങനെ പിണങ്ങി പിരിയണമെന്നാണോ? നിന്റെ അച്ഛനും അമ്മയാണ് ഇങ്ങനെ പിണങ്ങി കഴിയുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. അവരെ തമ്മിലെ കൂട്ടി യോജിപ്പിക്കാനാ നീ ശ്രമിക്കേണ്ടത്. അല്ലാതെ ലേഖയുടെ പക്ഷം ചേർന്ന് ദുർഗേച്ചിയെ കണ്ണീര് കുടിപ്പിക്കരുത് നീ. നിനക്ക് വലുതാ ലേഖയാണോ അതോ ദുർഗേച്ചിയാണോ? എനിക്ക് ലേഖ എന്റെ ഇഷ്ടമാണ്. അവരെ ഒരിക്കലും എനിക്ക് തള്ളി പറയാനും ആവില്ല. എല്ലാവരും എന്റെ മരണം ആഗ്രഹിച്ചപ്പോ, ഞാൻ ആശുപത്രിയിൽ എത്താതിരിക്കാൻ എല്ലാ വഴികളും മുടക്കിയപ്പോ, എന്റെ ജീവൻ രക്ഷിച്ചതും അമ്മയെ പോലെ എന്നെ കെയർ ചെയ്തതും ആ ലേഖ ആന്റിയാ. ഇപ്പൊ എനിക്ക് അമ്മ തന്നെയാ സ്ത്രീ. അങ്ങനെയുള്ള അവരെ എനിക്ക് എങ്ങനെ തള്ളിപ്പറയാനാവും അമ്മ? എനിക്ക് ജന്മം നൽകിയ അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും വാത്സല്യമാ അവരെനിക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ പ്രസവിച്ച അമ്മയേക്കാൾ എനിക്ക് സ്നേഹവും ബഹുമാനവും ലേഖാന്റിയോടാ.
അപ്പോ നിന്റെ അച്ഛനും ആ ലേഖയും കൂടി ഒരുമിച്ച് ജീവിച്ചോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി സ്വയം വിവേകത്തോടെ തിരിച്ചറിഞ്ഞു പെരുമാറണം. ഏട്ടൻ ഏതായാലും തിരികെ വരും. ഏട്ടൻ തിരികെ വന്നാലുടൻ ഏട്ടനും ചേച്ചിയും പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതിലിടപെടാൻ മറ്റൊരാളെ അനുവദിക്കരുത്, പ്രത്യേകിച്ച് അപ്പച്ചിയെ. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം. മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട നിങ്ങളുടെ ബന്ധം ചിലപ്പോ ഇനിയും വഷളായിന്ന് വരും. ഇല്ല പ്രിയ, ഇനി എനിക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റില്ല. ചെയ്തു പോയതിനെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കാൻ ഞാനിപ്പോ. പ്രസാദേട്ടനെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണാൻ തോന്നുവാ. ഏട്ടനെ വിഷമിപ്പിച്ചതിന് എനിക്ക് ഏട്ടനോട് മാപ്പ് പറയണം. എന്നാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ഏട്ടനെ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കും ചേച്ചി. ഏട്ടൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നത് എനിക്ക് അംഗീകരിക്കാനേ കഴിയില്ല. എന്റെ ഏട്ടൻ ദുർഗേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനി ഏട്ടൻ ദുർഗേച്ചിയെ വിട്ടു പോകാതിരിക്കാനുള്ള ഉപദേശങ്ങളൊക്കെ ഏട്ടനെ കാണുമ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മ വിഷമിക്കാതിരിക്കെ, അച്ഛൻ തിരികെ വരും. പ്രിയാന്റി അങ്കിളും അച്ഛനെ അന്വേഷിച്ച് പോയിരിക്കുകയല്ലേ. അവരച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ തിരികെ കൊണ്ടുവരും. എല്ലാത്തിനും കാരണക്കാരി ഞാൻ തന്നെയാ. ഞാൻ പ്രസാദേട്ടനെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. ആ മനുഷ്യന് പലപ്പോഴും ഞാൻ സ്വസ്ഥത കൊടുത്തിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും പ്രസാദേട്ടൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. അച്ഛൻ എന്നേക്കുമായിട്ട് നമ്മളെ ഉപേക്ഷിച്ച് പോയതൊന്നും ആയിരിക്കില്ലമ്മേ. അച്ഛൻ ഒരിക്കലും അതിനൊന്നും സാധിക്കില്ല. ആരൊക്കെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ എന്നും വലുത് ഞാനും അമ്മയൊക്കെ ആയിരിക്കും. നമ്മളോടുള്ള അച്ഛന്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടുണ്ടാവില്ല. പ്രസാദേട്ടൻ തിരികെ വന്നപ്പോ എല്ലാം മറന്ന് പ്രസാദേട്ടനെ സ്വീകരിച്ചാ മതിയായിരുന്നു. സത്യത്തിൽ പ്രസാദേട്ടനോടുള്ള വിരോധമെല്ലാം ഞാൻ അവസാനിപ്പിച്ചതായിരുന്നു. അല്ലെങ്കിലും പ്രസാദേട്ടനോട് സ്നേഹമല്ലാതെ നിത്യമായ ശത്രുതയൊന്നും എനിക്ക് തോന്നില്ല. ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടുമില്ല. എനിക്ക് നീയും പ്രസാദേട്ടനും ജീവനാ. നിങ്ങളാ എന്റെ ലോകം. അതിരില്ലാത്ത സ്നേഹമാ എനിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങൾ എന്നും എന്റേതായിരിക്കണം, എന്റേത് മാത്രം. ഞാൻ എന്തെങ്കിലും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് സ്നേഹക്കൂടുതലും ഉണ്ടാ. പ്രസാദേട്ടനോടും ഞാൻ അത് തന്നെയാ കാണിച്ചത്. പക്ഷേ പ്രസാദേട്ടൻ അത് തിരിച്ചറിഞ്ഞില്ല. അച്ഛൻ തിരികെ വരുമ്പോഴേ അമ്മ ഇതൊക്കെ സാവധാനം അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കണം. അമ്മയുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ ആഴം അമ്മ അച്ഛന് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഓപ്പൺ ആവുമ്പോ നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണയുടെ മറ നീങ്ങും. അച്ഛൻ അമ്മയോട് അറിഞ്ഞു പെരുമാറാനാവും. നിങ്ങൾ തമ്മിൽ പിന്നീട് വഴക്കുണ്ടാവാനുള്ള സാഹചര്യങ്ങളും ഇല്ലാതാവും. സാർ, ചായ. ഒരു ചായ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ഇപ്പൊ ആലോചിച്ചേ ഉള്ളൂ. അപ്പതേ കേശുമാമൻ ചായയായിട്ട് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. എനിക്കിപ്പോ ചായ വേണോന്ന് കേശുമാമൻ എങ്ങനെ മനസ്സിലായി? അതങ്ങനാ സാറേ. എനിക്കൊരാളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാ മതി. അപ്പൊ തന്നെ അയാളുടെ ഭക്ഷണക്കാര്യത്തിലെ അഭിരുചികളെല്ലാം എനിക്ക് മനസ്സിലാവും. അയാൾ എപ്പോ കഴിക്കും, എന്ത് കഴിക്കും, എങ്ങനെ കഴിക്കും, എല്ലാം അങ്ങ് മനസ്സിൽ തെളിഞ്ഞു വരും. സാറിന് കടുപ്പത്തിലുള്ള ചായയാ ഇഷ്ടമെന്ന് സാറ് വന്നു കയറിയപ്പോഴേ എനിക്ക് തോന്നി. അതുകൊണ്ടല്ലേ സാറിനോട് ഒന്നും ചോദിക്കാതെ ആദ്യം തന്നെ ഒരു സ്ട്രോങ് ചായ ഞാൻ സാറിന് തന്നത്. അത് സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു മാത്രമല്ല, ആ ചായക്ക് കൃത്യം കടുപ്പമായിരുന്നു. അപ്പോ ഈ ചായ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ സൂപ്പർ. അല്ല, കേശുമാമൻ എങ്ങനെ ഈ പാചകമൊക്കെ പഠിച്ചേ? ഞങ്ങള് പാരമ്പര്യമായിട്ട് ദേഹണ്ണക്കാരാ സാറേ. മാത്രമല്ല
എനിക്ക് പാചകത്തോട് വലിയ താല്പര്യവും അതുകൊണ്ട് ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ശൈലിയിലുള്ള വിഭവങ്ങളും പാചകം ചെയ്യാൻ പഠിച്ചു. ഇപ്പോ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കിനോടൊക്കെ അത്യാവശ്യം കിടപിടിച്ച് നിൽക്കാനൊക്കെ ഈ കേശുവിന് പറ്റും. ഓഹോ, കൊള്ളാലോ. അപ്പോ കേശുമാമന്റെ കൈപുണ്യം ഇനി അറിയാൻ പോകുന്നേന്നുള്ളൂ എന്നുള്ളത് സാരം അല്ലേ? സാർ ഇവിടെ കുറച്ചു നാൾ കാണത്തില്ലേ? കാണുമെന്നാ ലേഖ കുഞ്ഞു പറഞ്ഞത്. ഞാനുണ്ടാവും. സാറിന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ സാർ ഇതേ ഇങ്ങോട്ട് പറഞ്ഞാ മതി. അതൊക്കെ തീന്മേശയിൽ കേശു എത്തിച്ചിരിക്കും. പാചകത്തിന്റെ കാര്യത്തിൽ നോ എന്നൊരു വാക്ക് കേശുവിന്റെ നിഘണ്ടൂരും ഇല്ല സാറേ. പിന്നല്ല. ഇന്ന് അത്താഴത്തിന് സ്പെഷ്യലായി സാറിന് എന്താ വേണ്ടേ? അത് കേശുമാമന്റെ സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ. കേശുമാമൻ പാചകം ചെയ്യുന്നതിൽ ഏറ്റവും അഭിപ്രായമുള്ളൊരു ഡിഷ് അതങ്ങ് ഉണ്ടാക്കിയാൽ മതി. ശരി, അത് തന്നെ ആയിക്കോട്ടെ. എന്നെ പോലൊരു ശല്യക്കാരിയെ വീണ്ടും സഹിക്കാൻ ഒരുങ്ങി വരുന്ന അയാളെ ഉചിതമായിട്ട് വേണമല്ലോ വരവേൽക്കാൻ. അല്ലേ? അങ്ങനെയല്ലേ സ്വീകരിക്കേണ്ടത്? തൊട്ടതിനും പിടിച്ചതിനും പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവക്കാരിയായി പോയി ഞാൻ. അത് ഞാൻ എത്ര മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും സാധിക്കില്ല. അത് കാരണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയാം. ആ തിരിച്ചറിവ് ചേച്ചിക്കുണ്ടല്ലോ. എങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ ചേച്ചിക്ക് സാധിക്കും. പെട്ടെന്ന് അതിന് കഴിഞ്ഞില്ലെങ്കിലും ക്രമേണ അത് സാധ്യമാവും. അച്ഛൻ എപ്പോ വരും അമ്മേ? അതറിയില്ല. അച്ഛൻ വരുമ്പോ അമ്മ വീണ്ടും അച്ഛനോട് ഉടക്കാൻ നിൽക്കരുത്. കഴിഞ്ഞതൊന്നും ഇനി ഓർക്കരുത്. ഇല്ല മോനെ, ഇനി ഞാനായിട്ട് ഒരു പ്രശ്നത്തിനുമില്ല. സംഭവിച്ചത് സംഭവിച്ചു പോയി. ഇനി അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? എനിക്ക് വേണ്ടത് സമാധാനവും പ്രസാദേട്ടന്റെ സ്നേഹവുമാണ്. അതിനുവേണ്ടി നീ പറഞ്ഞതുപോലെ കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കുക, എല്ലാം ക്ഷമിക്കുക. മനഃപൂർവ്വം നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ തലയിടാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ദുർഗ എന്റെ ഓഫീസിൽ വന്ന് എനിക്കൊരു പരാതി തന്നിരുന്നു. പ്രസാദിനെ കണ്ടെത്തി കൊടുക്കണമെന്നായിരുന്നു ആ പരാതിയിൽ ദുർഗ എന്നോട് ആവശ്യപ്പെട്ടത്. ആ പരാതി ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. പ്രസാദിനെ ദേ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വിവരം ദുർഗയോട് പറയണം. പ്രസാദിനെ നേരിട്ട് ദുർഗയുടെ മുന്നിൽ നിർത്തിക്കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവും. അല്ലാതെ ഒരു വഴക്കിനും ബഹളത്തിനും വന്നതല്ല ഞാൻ. പിന്നെ നിങ്ങൾ കരുതുന്ന പോലെ യാതൊരു തരത്തിലും അതിരുവിട്ട ബന്ധം ഞാനും പ്രസാദും തമ്മിലില്ല. ഇപ്പൊ നിനക്ക് ബോധ്യമായല്ലോ. ചെന്നവളെ വിളിച്ചോണ്ട് വാ. സോറി, പെട്ടെന്ന് നിങ്ങളിവിടെ കണ്ടതിന്റെ സന്തോഷത്തിൽ ഞാനിത് മറന്നുപോയതാ. അച്ഛനിപ്പോഴെങ്കിലും തിരികെ വരാൻ തോന്നിയല്ലോ, അത് നന്നായി. അച്ഛനെ കാണാതെ ദുർഗാമ്മ വളരെ സങ്കടപ്പെട്ട് കഴിയായിരുന്നു. ഇവിടെ ഞാനായിട്ട് വന്നൊന്നുമല്ല മോളെ. എന്നോടൊരു വാക്ക് പോലും പറയാതെ ലേഖ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. കൊള്ളാലോ, ദുർഗാമ്മയുടെ മുമ്പിലേക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ധൈര്യമൊക്കെ ലേഖാമ്മയ്ക്കുണ്ടോ? നിന്റെ ദുർഗാമ്മ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് പ്രസാദിനെയും കൂട്ടി ഞാനിവിടെ വന്നത്. ദുർഗാമ്മ ലേഖാമ്മയോട് ആവശ്യപ്പെട്ടോ? അതെപ്പോ? എങ്ങനെ സംഭവിച്ചു? ദുർഗ എന്റെ ഓഫീസിൽ വന്ന് എനിക്കൊരു പരാതി തന്നായിരുന്നു. ദുർഗയുടെ ഭർത്താവിനെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കണം. അതായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. ദുർഗാമ്മയുടെ ഐഡിയ ഉഗ്രനാണല്ലോ. ദുർഗ
ദുർഗ എനിക്ക് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ദാ, ദുർഗയുടെ ഭർത്താവ്. നിങ്ങൾ എന്നെ കളിയാക്കുക അല്ലേ? മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇയാളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? എന്താ ദുർഗ ഈ പറയുന്നേ? ഭർത്താവിനെ കണ്ടുപിടിച്ച് തരണമെന്ന് ദുർഗയല്ലേ എനിക്ക് പരാതി തന്നത്. ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, അല്ലാതെ നിങ്ങളെ കളിയാക്കിയതല്ല. ആണ്. എന്നെ നിങ്ങൾക്ക് താഴ്ത്തി കെട്ടണം. അതിനുവേണ്ടി മാത്രമാ എന്റെ കൺവെട്ടത്തുനിന്ന് ഓടിപ്പോയ ഇയാളെ നിങ്ങൾ എന്റെ കൺമുമ്പിൽ എത്തിച്ചത്. ഇപ്പൊ നിങ്ങൾ വിജയിച്ചല്ലോ അല്ലേ? ലേഖ, നിന്നോട് ഞാൻ 100 ആവർത്തി പറഞ്ഞല്ലേ ഇവളുടെ സ്വഭാവം മാറില്ലാന്ന്. ഇപ്പൊ എന്തായി? എന്നെയും കൊണ്ട് ഇവിടെ വന്ന് ഇവളുടെ മുമ്പിൽ നാണം കെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? വലിയ ഗുണമഹിമ പറയുന്ന ആള്. വെറുതെ കാരണമില്ലാതെ മാമനെ കുറ്റപ്പെടുത്തരുത്. വായടക്കടി. എന്റെ വായടപ്പിക്കാൻ നിങ്ങൾ ആരാ? മോളെ നിർത്ത്. ചേച്ചിക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ? ഏട്ടനോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്ന ആളല്ലേ ചേച്ചി. എന്തിനാ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വഷളാക്കുന്നേ? പരസ്പരം ക്ഷമിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ തമ്മില്. ഇല്ല, ഈ പ്രശ്നം അങ്ങനെയൊന്നും തീരില്ല. ഭർത്താവിനോടും കാമുകനോടും ഒരേ സമയം ബന്ധം പുലർത്തുന്ന ഇവളോടൊപ്പം താമസിക്കുന്ന ഇയാളോട് ഓരോ ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകനൊപ്പം ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നീ എന്താ പറഞ്ഞേ? ലേഖ അങ്ങനെ ഒരു മോശപ്പെട്ട സ്ത്രീയായിട്ടാണ് നീ കരുതുന്നേ? വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണേ. എന്താ പ്രത്യേകത ഉള്ളത്? രണ്ടുപേരെ ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ. എന്ത് പ്രത്യേകത ഉള്ളത്? മാമനെ കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ലേഖാന്റിക്ക്? രണ്ടിനെയും വെറുതെ വിടില്ല. കൈയെടുക്കാനല്ലേ പറഞ്ഞ? ആരുടെയും മുമ്പിൽ ഈ ദുർഗ തോക്കിലടോ. തോൽപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ കൊല്ലം ഞാൻ രണ്ടിനെ. എന്നെ വഞ്ചിച്ചിട്ടേ അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കില്ല. വാങ്ങിക്ക് നീ എന്റെ കയ്യിൽ നിന്ന്. ഞാൻ വിശപ്പുണ്ടായിട്ട് കഴിക്കുന്നൊന്നുമല്ല. ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം ഒന്നും കഴിക്കാനേ തോന്നുന്നില്ല. പിന്നെ കുഞ്ഞിനെ ഓർത്താ മനസ്സോടെ കഴിക്കുന്നു. ഞാൻ കഴിക്കാൻ വന്നൊന്നല്ല, എന്റെ ഒരു തീരുമാനം നിന്നെ അറിയിക്കാനാണ് ഞാൻ വന്നത്. ഭാര്യയുമായിട്ടുള്ള മാനസിക അകൽച്ചയ്ക്ക് പരിഹാരം മറ്റൊരു പെണ്ണുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ ഞാനും മറ്റൊരു പെണ്ണിനെ കണ്ടെത്താൻ പോവാ. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, ആലോചിച്ചിട്ട് പറയുന്നത് തന്നെയാ. അച്ഛനും അമ്മയായിട്ട് അകന്ന് മറ്റൊരു സ്ത്രീയായിട്ട് താമസിക്കുന്നതിനെ നിനക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നിനക്ക് ഈസി ആയിട്ട് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ തീരുന്നു. ഇനി എനിക്ക് നിന്റെ പിന്നാലെ നടന്ന് പാഴാക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് നല്ലൊരു പെണ്ണിനെ എനിക്ക് കണ്ടെത്തണം. ഞാനൊന്ന് മനസ്സ് വെച്ചാലേ അങ്ങനൊരു പെണ്ണിനെ എനിക്ക് കണ്ടെത്താനാവൂ. അപ്പൊ ഓക്കെ, ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെ ഭർത്താവാണെന്നുള്ള അവകാശം പറഞ്ഞ് നീ എന്റെ പിന്നാലെ നടക്കരുത്. നീ എന്തിനാ ടെൻഷനാവുന്നേ? ഞാനെന്ന ശത്രു ഒഴിഞ്ഞു പോകുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇനി എന്റെ ശല്യം നിനക്കുണ്ടാവില്ല.
ഞാനെന്നൊരു ബാധ്യത ഇനി നിന്റെ ജീവിതത്തിൽ കാണില്ല. പിന്നെ നീയും എനിക്കൊരു ബാധ്യത ആവരുത്. അതെ, എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുമോ? നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആദ്യം ഉണ്ടായിരുന്നു. ആ ആദ്യമല്ല ഇപ്പൊ നിന്റെ മുന്നിൽ ഇരിക്കുന്നത്. ആദ്യം ഒത്തിരി മാറി. ജീവിതത്തെ വളരെ പ്രാക്ടിക്കലായിട്ട് കാണാൻ ഞാൻ ശീലിച്ചു തുടങ്ങി. അതിന് എനിക്ക് പ്രേരണ നൽകിയത് നീയാ. അതിനെനിക്ക് നിന്നോട് ഒത്തിരി നന്ദിയുണ്ട്. ആ, ഒരു കണക്കിന് അതാ നല്ലത്. ഇഷ്ടമില്ലാത്ത ഒരു ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിൽ നല്ലത് നമ്മളെ സ്നേഹിക്കുന്ന മറ്റൊരു പെണ്ണിന്റെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നതാ. അതെ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നില്ല ഇത്. ഒരിക്കലും അല്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ഞാൻ മറ്റൊരു പെണ്ണിനോടൊപ്പം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. നീ അത് കാണണം. അതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അതെ, നിന്നോട് എനിക്കിപ്പോ ഒരു വിരോധവും ഇല്ല. നീ എന്നിൽ നിന്നും വലിയൊരു സത്യം മറച്ചു വെച്ചതുകൊണ്ടാ എനിക്ക് സഹിക്കാൻ കഴിയാതായത്. അത് നിന്നോട് ശത്രുത തോന്നിയിട്ടൊന്നുമല്ല, നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിന്നെയാ. ആ നീ എന്നോടൊരു ചെറിയ പിഴവ് കാണിച്ചാൽ പോലും എനിക്കത് സഹിക്കാനാ. ഹലോ മോളെ. അമ്മ, ഞാനിവിടെ വല്ലാത്ത വിഷമത്തിലാ. എന്തു പറ്റി? നീയും ദുർഗേച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, ദുർഗാമ്മയല്ല എന്നെ വിഷമിപ്പിക്കുന്നത്. എങ്കിലും അങ്കളപ്പച്ചയായിരിക്കും, ഇല്ലെങ്കിൽ ആതിര. അവരൊന്നും അല്ല. പിന്നെ പ്രസാദേട്ടൻ നിന്നെ വഴക്കു പറഞ്ഞോ? മാമനും അല്ല. പിന്നെ ആരാ? ഇവരിത്രയും പേരല്ലാതെ വേറെ ആരും വീട്ടിലില്ലേ? ആ, പിന്നെ സുലുണ്ട്. അവളൊരു വാ പോയ കോടാലിയാ. അതുകൊണ്ട് തന്നെ അവള് പറയുന്നതൊന്നും നീ കാര്യമാക്കി എടുക്കണ്ട. അമ്മ, ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ, ദുർഗേച്ചി, ഏട്ടൻ, ആദി. ആ, ആദി തന്നെ. ഓ, ഇത്രയും ആളുകളുടെ പേര് പറഞ്ഞിട്ടും അമ്മ അവന്റെ പേര് പറയാത്തെന്താ? സാധാരണ അവൻ നിന്നെ വിഷമിപ്പിക്കാറില്ലല്ലോ, അതുകൊണ്ടാ അവന്റെ പേര് ഞാൻ എടുത്തു ചോദിക്കാത്തത്. ആ, എന്നാ കേട്ടോ, അവനായി ഇപ്പൊ എന്നെ വിഷമിപ്പിക്കുന്ന. അവൻ നിന്നെ എന്ത് ചെയ്തു? അവനിപ്പോ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അവന് വേണ്ടി എന്ത് ചെയ്താലും അതവൻ ഇഷ്ടപ്പെടില്ല. ഞാൻ ആഹാരം വിളമ്പി കൊടുത്ത കഴിക്കില്ല. ഇപ്പൊ അവന് ബാമ്പുരുട്ടി കൊടുത്തപ്പോ അതും അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്നെ തീർത്തും അവഗണിക്കുക. ആഹാ, ആരാ ഇത് പറയുന്നേ? നീ കുറെ നാളായിട്ട് അവനെ അവഗണിക്കായിരുന്നല്ലോ. അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവനിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നില്ലേ? അതുകൊണ്ടാവും അവൻ തിരിച്ചു നിന്നോടും ഇങ്ങനെ പെരുമാറുന്നത്. നീയായിട്ട് വരുത്തി വെച്ചതല്ലേ, നീ അനുഭവിച്ചോ? അമ്മ, അമ്മ എന്നെ കുറ്റപ്പെടുത്തുവാണോ? അവനോട് അകൽച്ച കാണിക്കരുതെന്ന് ഞാനും ജയേട്ടനും പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നീ അത് കേട്ടോ? ഇല്ലല്ലോ. അമ്മ, ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താതെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ, നീ പറയ്. അവൻ എന്നെ അവോയ്ഡ് ചെയ്താ എനിക്കത് സഹിക്കില്ല. ഇതേ മാനസികാവസ്ഥ തന്നെയായിരുന്നു നീ അവോയ്ഡ് ചെയ്യുമ്പോഴും അവൻ അനുഭവിച്ചത്. ശരി, സമ്മതിച്ചു. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ആദ്യം എന്നോട് പഴയതുപോലെ മിണ്ടണം. അമ്മ അതിനുവേണ്ടി അവനോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങള് നിങ്ങളായിട്ട് തന്നെ തീർത്താ മതി. ഞാൻ ഇതിൽ ഇടപെടില്ല. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. നീ വെച്ചേ. ഏട്ടൻ പറയുന്നത് സത്യമാണോ? ഏട്ടനും ലേഖയും തമ്മിൽ ദുർഗേച്ച് കരുതുന്ന പോലെ ഒരു ബന്ധമില്ലേ? നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്കും. നീ എന്റെ പെങ്ങളായതുകൊണ്ടാ ഞാൻ ഇത് മുഴുവൻ തുറന്നു പറഞ്ഞത്. മറ്റു പലരും ആയിരുന്നെങ്കിലേ ഞാനിത് വിശദീകരിക്കില്ലായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചിന്തിച്ചോട്ടെ ഞാൻ അങ്ങ് കരുതുമായിരുന്നു. എന്റെ ഏട്ടനെ എനിക്ക് വിശ്വാസം. പക്ഷെ ആ വിശ്വാസം ദുർഗേച്ചിക്കും കൂടി ഉണ്ടാവണം.
ഏട്ടൻ എന്റെ ഒപ്പം വാ. ദുർഗേച്ചി ഞാൻ പറഞ്ഞു വിശ്വസിപ്പിക്കാം. ഇതൊന്നും എനിക്ക് അവളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്റെ ഏട്ട, ചേച്ചി വാശി പിടിക്കുന്നത് പോലെ ഏട്ടന് വാശി പിടിക്കരുത്. എനിക്കെന്താ വാശി പിടിച്ച? അവളുടെ വാശി മാത്രം ജയിച്ചാൽ മതിയോ? ഇതുവരെ ദുർഗേച്ചിക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനായിരുന്നു ഏട്ടൻ. ഇന്ന് ദുർഗേച്ചിയുടെ പെരുമാറ്റം സഹിക്കാനും ക്ഷമിക്കാനും കഴിയില്ല ഏട്ടന്. എന്താ ഏട്ടനൊന്നും മിണ്ടാത്തത്? പെണ്ണെ, എനിക്ക് മനസമാധാനം വേണം. ഇത്രയും കാലം ഞാൻ ദുർഗയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ ജീവിതം വെറും കാട്ടിക്കൂട്ടൽ മാത്രമായി പോയി. ദുർഗയ്ക്ക് വേണ്ടി നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ മാറ്റിയത് തന്നെ മഹാ അപരാധമായി പോയി. വയ്യ, ഇനിയും ദുർഗയോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിക്കണം. നീ എന്നോട് ക്ഷമിക്കേ. ഏട്ടാ, നീ ഞങ്ങളെ പിടിച്ച് ഇവിടെ ഇരുത്തിട്ട് ചിരിച്ചോണ്ടിരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, നിങ്ങൾ പറഞ്ഞ ഐഡിയ സക്സസ് ആയി. എന്ത് ഐഡിയ? അച്ഛാ, തുളസി ഇപ്പൊ പിണക്കൊല്ലാം മറന്നേ പതിയെ അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആണോ? അപ്പോ അവളുടെ പിണക്കൊക്കെ മാറിയല്ലേ? പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. ഈ ശില ഉരുകി തുടങ്ങിയെന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറയില്ലേ, ആ അവസ്ഥയില. ഇപ്പോഴും ചെറുതായിട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. അതൊക്കെ പെണ്ണുങ്ങളുടെ നമ്പരാ. അവര് നമുക്ക് പെട്ടെന്ന് പിടിതരില്ല. നിന്റെ അമ്മയും അതുപോലെ തന്നെ. പിണങ്ങിയ പിന്നെ അത്ര പെട്ടെന്നൊന്നും അടുക്കില്ല. ഉള്ളിലെ പിണക്കമൊക്കെ അപ്പോഴേ തീർന്നിട്ടുണ്ടാവും, പക്ഷേ പുറത്ത് പ്രകടിപ്പിക്കില്ല. പെട്ടെന്ന് വഴക്ക് കോംപ്രമൈസ് ചെയ്താൽ അവർക്ക് നമ്മുടെ മുന്നിൽ വിലയില്ലാതായി പോകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആ തോന്നൽ കൊണ്ടാ മെല്ലെ അടുക്കുന്നത്. ചേട്ടാ, എന്താടി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് നിങ്ങളുടെ അടവല്ലേ? അത് ശരിയാ മോനെ. ഈ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ആണുങ്ങളോട് വിട്ടുകൊടുക്കാൻ മനസ്സ് വരില്ല. തുളസിമോളുടെ മനസ്സിലിപ്പോ നിന്നോടെ ഒരു പിണക്കവും കാണില്ല.